الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا الله سبحانه وتعالى മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമ വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് പാലിച്ച് അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ വിശ്വാസികളായ വിശ്വാസിനികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ഒരാളിൽ നിന്നും മറ്റൊരാൾ വേർതിരിയാതെ ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു പ്രകൃതത്തിലാണ്. ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ബാപ്പയും ഉമ്മയും പോലെ തന്നെ സഹോദരങ്ങളും സഹോദരിമാരും, ഭാവിയിൽ ഭാര്യയും ഭർത്താവും, അവർക്കുണ്ടാകുന്ന മക്കളും, ഇങ്ങനെ തുടങ്ങി എപ്പോഴും കൂട്ടായി ജീവിക്കാനുള്ള പ്രകൃതമാണ് മനുഷ്യ സൃഷ്ടിയാൽ മനുഷ്യനുള്ളത്. ഈ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുമ്പോൾ, ഈ ബന്ധങ്ങളിൽ നിന്നും അകന്നു മാറുമ്പോൾ പലപ്പോഴും മനുഷ്യനല്ലാതെ മാറുന്ന മൃഗീയമായ അവസ്ഥകളിലും പോലും പോകുന്ന മാനസികാവസ്ഥയിലെത്തിയ പല അനുഭവങ്ങളും മനുഷ്യ ചരിത്രത്തിലുടനീളമുണ്ട്. അതുകൊണ്ടായിരിക്കണം പരിശുദ്ധ ഖുർആനിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, മനുഷ്യനുമായി ബന്ധപ്പെട്ട് അള്ളാഹു കൽപ്പിക്കുന്ന കൽപ്പനകൾ, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നിരോധിക്കുന്ന നിരോധനങ്ങളൊക്കെ മനുഷ്യനൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ആ അടിസ്ഥാനം മനുഷ്യൻ മനസ്സിലാക്കുകയും എന്നെ എങ്ങനെയാണ് പടച്ചവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിൽ കൃത്യമായ ധാരണ ഉണ്ടാകുകയും ഈ ചെറിയ കാലയളവിൽ പടച്ചവൻ എന്നെ ഭൂമിയിൽ നിശ്ചയിച്ച് അവന്റെ സമയമാകുമ്പോൾ അവൻ എന്നെ വിളിച്ച് ആ വിളിക്കുത്തരം കൊടുക്കാൻ ഞാൻ നിർബന്ധിതനായി അവിടെ എത്തുമ്പോൾ ഞാനും നിങ്ങളും പറയുന്ന സംസാരങ്ങളെ കുറിച്ചിട്ട് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആ സംസാരങ്ങൾ പടച്ചവന് ഇത്ര ചെറിയ കാലയളവിൽ ഞാൻ ഭൂമിയിൽ ഉണ്ടായിട്ട്, ഇത്ര ചെറിയ അളവ് എന്ന് നമ്മൾ അന്ന് പറയുന്നത്
ഇവിടുത്തെ നമ്മുടെ 60 കൊല്ലത്തെ കുറിച്ചിട്ടാണ്, 70 വർഷത്തെ കുറിച്ചിട്ടാണ്, 80 വർഷത്തെ കുറിച്ചിട്ടാണ്. ആ കാലയളവിൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങൾ ഒട്ടനവധിയാണ്. എന്നിട്ട് ആ പരീക്ഷണങ്ങളെ കുറിച്ചിട്ട് അവൻ വാചാലമാകും. എന്തൊക്കെയാണ് ആ പരീക്ഷണം? ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞ, മനുഷ്യരിൽ നിന്നും വിശ്വാസികളെ ഏതർത്ഥത്തിലാണ് അള്ളാഹു പരീക്ഷിക്കുക എന്നുള്ളത് വ്യത്യസ്തമായി അള്ളാഹു എടുത്തു പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതിൽ അള്ളാഹു സ്വർഗം മുന്നിൽ വെച്ചിട്ട് വാഗ്ദാനം ചെയ്ത പരീക്ഷിക്കപ്പെട്ട ഒരു കാര്യം, ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്നാണ്. ഒരു ഭാഗത്ത് മനുഷ്യരെ, വിശ്വാസികളെ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. പക്ഷെ ആ സ്വർഗം നിങ്ങൾ 2 കാര്യങ്ങൾ എനിക്ക് തന്നാൽ മാത്രമേ ഉള്ളൂ. അത് അംവാലഹും അൻഫുസഹും, അത് നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഉറക്കൊഴിഞ്ഞ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഓടി നടന്ന് ഉണ്ടാക്കിയ നിങ്ങളുടെ സ്വന്തം സമ്പാദ്യം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ മാറ്റിവെച്ച നിങ്ങളുടെ സമ്പാദ്യം, അത് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ, ഒരു പ്രതീക്ഷയില്ലാതെ അള്ളാഹുവിന് കൊടുക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങളുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സ്വർഗാവകാശികളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. 2 അൻഫുസഹും, നിങ്ങളുടെ സമ്പത്ത് മാത്രമല്ല, ഒരു പക്ഷേ ചില ആളുകൾക്ക് സമ്പത്ത് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ആ സമ്പത്തിന് മാത്രമല്ല അള്ളാഹു പറയുന്നത്, വഅൻഫുസഹും, നിങ്ങളുടെ ശരീരവും കൊടുക്കണം. ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് കൊടുക്കണം, നിങ്ങളുടെ ചിന്ത കൊടുക്കണം, നിങ്ങളുടെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ടുള്ള ചലനങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ ആരോഗ്യം കൊടുക്കണം. ഇങ്ങനെ കുറെ അർത്ഥം അൻഫുസിനുണ്ട്. അതിൽ തന്നെ അതേ ഖുർആനിൽ തന്നെ ഇവിടെ ഒന്നും അള്ളാഹു പരീക്ഷണം എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു പരീക്ഷണം എന്ന് തന്നെ ഉപയോഗിച്ച ഒരു സ്ഥലമുണ്ട്. അത് ഇന്നമാ അംവാലക്കും ഔലാദക്കും ഫിത്ന എന്നാണ്. അത് സമ്പത്തിന്റെ കൂടെ നേരത്തെ അൻഫുസാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഔലാദാണ് പറയുന്നത്, മക്കളാണ്. മക്കളെ കുറിച്ചിട്ടും സമ്പാദ്യത്തെ കുറിച്ചിട്ടും അള്ളാഹു ഖുർആനിൽ എടുത്തു പറയുമ്പോൾ അത് ഫിത്ന എന്ന പ്രയോഗം അവിടെ ഉപയോഗിച്ചു. ഫിത്ന എന്ന് പറഞ്ഞാൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. വേറൊരു സ്ഥലത്ത് ദുനിയാവ് എന്താണ് എന്ന് വിശദീകരിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ നിസ്സാരത എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ആഖിറത്തിന്റെ വിശാലത എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ദുനിയാവ് എത്ര ചെറുതാണ്, ദുനിയാവിൽ മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യനെ കാണുക, മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകുക എന്ന് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് മനസ്സിലാക്കിയ ഒരു ദുനിയാവിന്റെ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തെ കുറിച്ചിട്ട് അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നമൽ ഹയാത്തി ദുനിയ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് എന്ന് പറഞ്ഞിട്ട് ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദുനിയാവ് എന്താണ് എന്ന് മനുഷ്യന് അള്ളാഹു പറഞ്ഞു തരികയാണ്. അള്ളാഹു പറഞ്ഞു തരുന്നത് മനുഷ്യനെ കുറിച്ചിട്ടുള്ള നോളജ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യൻ ഇങ്ങനെയാണ് അതിനെ ചിന്തിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൂറ ഫജ്റിലും അത് ആവർത്തിക്കുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഞാനും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു പക്ഷെ നമ്മൾ ആലോചിക്കുന്ന ഒരു സംഗതി കൂടിയായിരിക്കും. അള്ളാഹു പറയുന്നു മനുഷ്യൻ ഇങ്ങനെയാ. എങ്ങനെ? അവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഒരുപാട് പടച്ചോടെടുത്ത് കിട്ടിയാൽ അവൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ, പടച്ചോൻ എന്തൊരു കരുണയുള്ള പടച്ചോനാണ്, പടച്ചോൻ എന്തൊരു അനുഗ്രഹമാണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടച്ചവനെ കുറിച്ചിട്ട് നല്ലത് വിചാരിക്കും. അതേസമയം അവന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥാണ്, വിശാലമായ അർത്ഥാണ്. ഞാൻ ഉണ്ടാക്കുന്ന സമ്പാദ്യം മാത്രമല്ലല്ലോ റിസ്ക്. എന്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും കിട്ടുന്ന എല്ലാം, എന്റെ ആരോഗ്യം റിസ്ക്കാണ്, എന്റെ ഭാര്യ റിസ്ക്കാണ്, എന്റെ മക്കളെ റിസ്ക്കാണ്, എല്ലാം റിസ്ക്കാണ്. ആ റിസ്കിലെ ഏതെങ്കിലും ഒന്നിൽ അള്ളാഹു ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ ആ മനുഷ്യന്റെ തനി സ്വഭാവം മനസ്സിലാവുമെന്ന് അള്ളാഹു പറയാൻ. ഫയഖൂലു റബ്ബി അഹാനൻ, അവൻ പറയാം പടച്ചോൻ എന്നോട് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്റെ ജീവിതത്തിൽ മാത്രം എന്താണ് പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രശ്നങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മാത്രം എന്താണ് രോഗങ്ങൾക്ക് പിന്നിൽ രോഗം, സാമ്പത്തിക പ്രയാസത്തിന്റെ പിന്നിൽ സാമ്പത്തിക പ്രയാസം, ഒരു നല്ല നാള് കാണാൻ എന്നെ കൊണ്ടെന്താ പറ്റാത്തത് എന്ന് മനുഷ്യന്റെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അവന്റെ ഹൃദയവും അവന്റെ മനസ്സും അവന്റെ ബ്രെയിനും ആ അർത്ഥത്തിലാണ് ചലിക്കുക എന്ന് ഖുർആൻ പറയാൻ. അവന്റെ വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ആ പറയുന്ന പ്രയോഗം കൊണ്ട് അവന് നരകത്തിൽ പോകുന്നത് കൊണ്ടോ പറയുന്നതല്ല. മനുഷ്യൻ ഇങ്ങനെയാണ്.
അതേ ടേമിൽ തന്നെ ഖുർആൻ വിവരിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, ഇന്നമൽ ഹയാത്തി ദുനിയ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫഖുർ എന്നൊക്കെ പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആ അർത്ഥത്തിൽ ദുനിയാവിനെയും ദുനിയാവിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെയും പറയുമ്പോൾ പരീക്ഷണം എന്ന പ്രയോഗം ഉപയോഗിച്ചത് സമ്പത്തിലും മക്കളിലുമാണ്. എന്തുകൊണ്ടായിരിക്കും? ഈ രണ്ട് കാര്യങ്ങളിൽ അള്ളാഹു വളരെ ബോധപൂർവം പരീക്ഷണം എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകുക എന്നതെല്ലാം നമ്മൾ ആലോചിക്കണം. സൂറ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതിൽ ഈ പറഞ്ഞ എല്ലാ കാര്യവും ടോട്ടൽ ആയിട്ട് ആ ആയത്തിലുണ്ട്. ഇത്രയും നേരം പറഞ്ഞത് എല്ലാം ആ ആയത്തിലുണ്ട്. നിങ്ങൾ എല്ലാവരെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ്. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ആരാണ്, ഏറ്റവും അധികം ചെയ്യുന്നത് ആരാണെന്നല്ല, ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് 1 വയസ്സ് മുതൽ 60, 50, 40, 30 എത്രയാണോ നിങ്ങൾ ജീവിക്കുന്നത്, അത്രയും കാലയളവില് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം അതാണ് എന്ന് എന്നോടും നിങ്ങളോടും അള്ളാഹു പറയാണ്. ഇവിടെ ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത്, പ്രിയപ്പെട്ടവര്, കഴിഞ്ഞ റമദാനുകളിലൊക്കെ നമ്മൾ ഒരുപാട് സമ്പത്തിന്റെ ചെലവഴിക്കുന്നതിനെ കുറിച്ചിട്ടും സദഖാ സക്കാത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്നയിലെ അംവാലിനെ മാറ്റിവെക്കാൻ അതിൽ നമുക്ക് അത്യാവശ്യം ധാരണ ഉണ്ട്. അതേസമയം ഔലാദിനെ എന്തിനായിരിക്കും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ടാകുക? മക്കൾ പരീക്ഷണാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ദമ്പതികൾ എത്ര വർഷം കാത്തു നിൽക്കുന്നുണ്ട്, എത്ര പ്രതീക്ഷയിലാണ് അവർ കാത്തു നിൽക്കുന്നത് എന്ന് കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്കറിയാം. കുഞ്ഞ് വൈകിപ്പോയ ആളുകൾക്ക് അതിന്റെ പെയിന് നന്നായിട്ട് അറിയാം. അത് ഇപ്പോഴും കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വാക്കുകൾക്ക് അതീതമായിട്ട് അവരിങ്ങനെ അതിന്റെ വിഷമവും വേദന അനുഭവിക്കുന്നത് അവർക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത്രയും കാത്തു നിന്നിട്ട് ഒരു കുഞ്ഞ് വന്നാൽ അള്ളാഹു പറയുന്നു ആ കുഞ്ഞും പരീക്ഷണാണ് എന്ന് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയിലേക്ക് നമ്മൾ പോവാം. എന്ന പരിശുദ്ധ ഖുർആനിന്റെ അതിമനോഹരമായ ആയത്തിലേക്ക് നമ്മൾ പോയാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനവും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വളർച്ചയും അവിടെ നടന്ന വളരെ ചെറിയ സമയത്തുണ്ടായ സ്വന്തം മാതാവിന്റെ പാരന്റിങ്ങും ആ ചെറിയ സമയത്ത് ഉമ്മാന്റെ പാരന്റിങ് കിട്ടേണ്ടതുപോലെ കിട്ടിയപ്പം മൂസ എന്ന് പറയുന്ന ഒരു ബാലൻ വളർന്നു വലുതായ സാഹചര്യം, എവിടെയാണ് വളർന്നത്, എന്താണ് ആയത്, പിൽക്കാലത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആരായി മാറി, ഇതൊക്കെ നമുക്ക് അറിയുന്ന ചരിത്രമാണ്. പക്ഷെ അതിൽ ചില സ്ഥലത്ത് പോസ് ചെയ്തിട്ട് നമ്മൾ ആലോചിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിലൊന്ന്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണല്ലോ നദിയിലേക്ക് ഒഴുക്കുന്നത്. ആ നദിയിലേക്ക് ഒഴുക്കുന്ന സമയത്ത് ഖുർആൻ ഉപയോഗിച്ചൊരു പ്രയോഗം അർറബത്ന അല ഖൽബിഹ. റബത എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അതിശക്തമായ കാറ്റിൽ ഒരർത്ഥത്തിലും ചാഞ്ചാടാതെ ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കുറിച്ചിട്ടൊക്കെ പറയാനാണ് അറബി ഭാഷയിൽ റബത്ത എന്ന് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ അതിശക്തമായ പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി ഹൃദയത്തെ അത്രയും സ്ഥൈര്യത്തോട് നിർത്തിയ ഒരു സന്ദർഭം എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു അവിടെ റബത്ത് ഉപയോഗിച്ചത്. അപ്പോ ഒരു ഭാഗത്ത് എന്റെ കൈക്കുഞ്ഞ് ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൈക്കുഞ്ഞ് മാതാവിന്റെ കയ്യിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമോഷനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ഇമോഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് നമ്മളെ ഉമ്മമാര് അല്ലെങ്കിൽ ബാപ്പമാര് കുട്ടികളുടെ തൊട്ടിലിൽ കടത്തിയിട്ടൊന്നും പോയി ആ കുട്ടി കരയുന്നത് കേട്ടാൽ എന്തിനാണ് കരയുന്നത് എന്ന ആകാംക്ഷയിൽ എവിടെ നിന്നും നമ്മൾ വന്നു നോക്കും. ഏത് സന്ദർഭത്തിലും നമ്മൾ വന്നു നോക്കും. കാരണം എന്റെ കുട്ടിയാണ്, വേറൊന്നുമല്ല അതിന്റെ റീസൺ, എന്റെ കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരു ഉമ്മ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്, നദിയിലേക്ക് ഒഴുക്കുകയാണ്. ആ ഒഴുക്കിനെ കുറിച്ചിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാര് ഇത്തരം ആയത്തുകളെ കുറിച്ചിട്ട് വിശദീകരിച്ച് ഈ പറയുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ലോകത്തിലെ എല്ലാ മാതാവായി മാറണം. ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ചെറിയ സമയത്ത് എടുത്ത ആ പാരന്റിങ്ങിലൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ വലിയ ദൗത്യം, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും. അത് ചുരുക്കി പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് വലിയൊരു ലീഡറാകുന്നതും
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയെ ഇല്ലാതാക്കുന്നതും ഫറോവയിൽ വിശ്വസിച്ച ആളുകൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുകയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ഇസ്ലാമിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ചരിത്രത്തിനിടയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ആ ചെറിയ സമയത്ത് കൊടുത്തൊരു പാരന്റിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത്, നമ്മൾക്ക് കിട്ടുന്നൊരു ടൈം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ടൈം, അത് എത്ര ചെറുതാണെങ്കിലും ആ സമയത്ത് നിങ്ങൾ പാഴാക്കരുത് എന്നുള്ള വലിയൊരു മെസ്സേജ് ഉണ്ട്. ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിക്കുമ്പോൾ തന്നെ യത്തീമായിട്ട് ജനിച്ച ആളാ. ഒരു ബാപ്പാന്റെ വാത്സല്യം കിട്ടാതെ വളർന്ന ആളാ. ഉമ്മാന്റെ വാത്സല്യവും ബാപ്പാന്റെ വാത്സല്യവും ഒരുമിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ 6 വയസ്സ് വരെ അത് കിട്ടിയിട്ടുള്ളൂ. 6ാമത്തെ വയസ്സിൽ അതും പോയി. എന്ന് പറഞ്ഞാൽ ശരിക്കും മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചാൽ മനുഷ്യന്റെ ബ്രെയിനിന്റെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതും ആ ഇമോഷൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതും ആ ഇമോഷൻസ് വളർന്ന് ഒരു ഡെസിഷൻ മേക്കിംഗ് പവറിലൊക്കെ ആകുമ്പോഴാണ്, എന്നാൽ മനുഷ്യൻ ഒരു മെച്ചോറിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യന്റെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബ് വർക്ക് ചെയ്യാൻ തുടങ്ങുക, ഫംഗ്ഷനിലാകാൻ തുടങ്ങുക. അത് ഫംഗ്ഷനിലാകുമ്പോൾ മാത്രമേ നമുക്ക് കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ, ഒരു കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ആ പ്രായം എത്തുന്നതിന് മുമ്പ് ഇമോഷണൽ ഡാമേജ് ഒരു കുട്ടിക്ക് ഉണ്ടായാൽ അത് അവന്റെ ഭാവിയെ പോലും ബാധിക്കുമെന്ന് സൈക്കോളജി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ബാപ്പാന്റെ ഒരു സ്പേസ് കിട്ടാത്തത് കൊണ്ട്, മനുഷ്യന്റെ പ്രകൃതിയെ അങ്ങനെ ഇത് രണ്ടും കിട്ടണം. ബാപ്പാന്റെ വാത്സല്യത്തിന്റെ ഒരു ആംഗിള് വേറെയാണ്, ഉമ്മാന്റെ സ്നേഹത്തിന്റെ ആംഗിള് വേറെയാണ്. അതൊരിക്കലും മാച്ച് ആവില്ല. അത് എങ്ങനെ കളിച്ചാലും ബാപ്പ എത്ര ഉമ്മാനെ പോലെ ആയാലും അതാവില്ല, ഉമ്മ എത്ര ബാപ്പാനെ പോലെ ആയാലും അതാവില്ല. ഉമ്മാന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടത് ഉമ്മയിൽ നിന്ന് തന്നെ കിട്ടുകയും ബാപ്പയിൽ നിന്ന് കിട്ടേണ്ടത് ബാപ്പയിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യുമ്പോഴാണ് ഒരുവിധം ആ കുട്ടിയുടെ പാരന്റിങ്ങിനോട് നമ്മൾ നീതി കാണിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുക. റസൂലുള്ളാഹിക്ക് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായ ഒരു ഇമോഷൻ, അതേ സമയത്ത് തന്നെ ഉമ്മ മരണപ്പെട്ട സമയത്തുണ്ടായ ഇമോഷൻ, ആ ഇമോഷൻ ഒക്കെ ഭാവിയിലും റസൂലായതിനു ശേഷം പോലും ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസിൽ ഒന്നാണ് നിങ്ങൾ യതീമുകളെ എന്താ പറയാ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ മക്കളെ യതീമുകളുടെ മുന്നിൽ വെച്ചിട്ട് ചുംബിക്കാൻ പാടില്ല എന്ന ഹദീസ് വരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ ആലോചിച്ചാൽ എന്തുകൊണ്ടായിരിക്കും റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? നിങ്ങളുടെ മക്കളെ വാത്സല്യം കൊടുക്കാൻ പാടില്ല, പബ്ലിക് സ്പേസിൽ നിങ്ങളുടെ മക്കളുടെ റഹ്മത്ത് കാണിക്കാൻ പാടില്ല എന്നൊക്കെ റസൂൽ എന്ന് പറയുമ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതം തോന്നുകയാണ്. എന്തിനാ അത്ഭുതം? എപ്പോഴും റഹ്മത്തിനെ കുറിച്ചിട്ട് പറയുന്ന റസൂല്, എപ്പോഴും വാത്സല്യത്തെ കുറിച്ചിട്ട് പറയുന്ന റസൂല് പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മക്കളെ ചുംബിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പൊ റസൂൽ അങ്ങനെ പറയാനുണ്ടായ കാരണം യതീമിന്റെ മുന്നിലാണെങ്കിൽ മാത്രമേ ആ നിയമമൊന്നുമല്ല, പക്ഷെ അതൊരു മനസ്സിലാക്കലാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്തുകൊണ്ടായിരിക്കും 40ാമത്തെ വയസ്സിന് ശേഷം നുബുവത്തിന്റെ ശേഷം റസൂൽ അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്, റസൂൽ ഞാൻ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു പെയിൻ ഉണ്ടല്ലോ, റസൂൽ അന്ന് അനാഥത്വം അനുഭവിക്കുമ്പം ഏതെങ്കിലും ഒരു ബാപ്പ സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് മുത്തുന്നതോ ചുംബിക്കുന്നതോ കണ്ടിട്ടുണ്ടാവണം. ആ ചുംബനവും ആ ചേർത്ത് പിടിക്കലും റസൂലിന് ഉണ്ടാക്കുന്ന ഒരു ട്രോമയെ കുറിച്ചിട്ടൊക്കെ വിവരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത്, ആ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രസൻസ്, പ്രിയപ്പെട്ടവരെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ആ ചെറിയ സമയത്ത് കൊടുത്ത പ്രസൻസ് ഇത്രമാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെങ്കിൽ നമ്മളുടെ ക്വാളിറ്റി ടൈം, നമ്മളുടെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അവരത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, അവർ പറയൂല, അവര് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, നമ്മളുടെ പ്രസൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തു പറ്റി എന്ന് ചോദ്യത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് മറ്റാരെക്കാളും എന്റെ ഉമ്മ ആദ്യം എന്നോട് ചോദിക്കണം, എന്റെ ബാപ്പ എന്നോട് ആദ്യം ചോദിക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ അനുഭവങ്ങൾ കേട്ടാൽ, കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അവരുടെ പ്രൊഫസേഴ്സിന്റെ ഒക്കെ അനുഭവങ്ങൾ കേട്ടാൽ കുട്ടികൾ വന്നിട്ട് പരാതി പറയുന്നു. എന്താ പരാതി? വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. കുട്ടികൾ വന്നിട്ട് കരയാണ്. ചെറിയ ചെറിയ കുട്ടികൾ, 7 വയസ്സും 8 വയസ്സും 9 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് കരയാണ്. എന്താ കരയുന്നത്? ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസം എങ്ങാനും മാതാവ് അറിഞ്ഞാൽ, പിതാവ് അറിഞ്ഞാൽ, നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത പ്രയാസങ്ങൾ 7 വയസ്സുള്ള കുട്ടി അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതമാണ് അത്. നമ്മളൊന്നും ചിന്തിക്കാത്തൊരു ഏരിയ, നമ്മളൊന്നും ഇന്നേ വരെ എന്റെ മകനോ എന്റെ മകളോ ആ അർത്ഥത്തിൽ ഒരു മെന്റൽ ഡിപ്രഷനിലാണ് ഉണ്ടാവുക എന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ
അവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. നമ്മളുടെ ഏഴാമത്തെ വയസ്സിൽ നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളൊന്നുമല്ല, നമ്മളുടെ പരാതികളൊന്നുമല്ല. നമുക്കുണ്ടായ കുറെ ടെൻഷനുകൾ ഉണ്ടല്ലോ. 7-8 വയസ്സിൽ നമ്മളുടെ ടെൻഷൻ എന്തായിരുന്നു? 9-ാമത്തെയും 10-ാമത്തെയും വയസ്സിൽ നമ്മളുടെ കരച്ചിലിന്റെ കാരണങ്ങൾ എന്തായിരുന്നു? പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊക്കെ മാറി വേറൊരു ലോകത്താണ് അവരുടെ പരാതികൾ. നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിലപ്പുറം അവർക്ക് വേദനകളുണ്ട്, പരാതികളുണ്ട്, വിഷമങ്ങളുണ്ട്. അവരുടെ വെക്കേഷൻ ടൈം നമുക്ക് ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കാണിക്കേണ്ട, ബോധപൂർവം ശ്രമിക്കേണ്ട ഒരു സമയമാണ്. അവരുടെ കൂടെ വിനോദയാത്രകൾ പോകേണ്ട ഒരു സമയമാണ്. അവർക്ക് പരമാവധി എൻജോയ്മെന്റുകൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. അതേസമയം അവരുടെ ദീനിനെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവരുടെ തർബീയത്തിനെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല, ബാപ്പയിൽ നിന്നും തർബീയത്ത് കിട്ടേണ്ട ഒരു സമയമാണ്. ഉമ്മയിൽ നിന്നും ഈമാൻ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മൂസാ നബിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി പറയുന്നത് ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് ഉമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ആ ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് അവിടുന്ന് കിട്ടിയില്ല എങ്കിൽ എത്ര വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ പോയാലും, എത്ര വലിയ PhD എടുത്താലും, എത്ര വലിയ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയാലും, ഉമ്മയിൽ നിന്ന് കിട്ടേണ്ടത് അവിടുന്ന് കിട്ടിയില്ല എങ്കിൽ ഓരോടും അത് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഫിത്ന എന്ന പ്രയോഗം മക്കളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. അതേപോലെ തന്നെ നമ്മൾ ഫിത്ന എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയല്ല. അതേ ഖുർആൻ തന്നെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ എന്ന് പറഞ്ഞതും അതിന്റെ ഒരു സുഖത്തെ കുറിച്ചിട്ടാണ്. അത് സക്സസ് ആയാൽ, നിങ്ങളുടെ പാരന്റിങ് സക്സസ് ആയാൽ നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ കിട്ടാൻ പോകുന്ന ഒരു പ്രതിഫലം എന്താന്ന് പറഞ്ഞാൽ അത് ഖുർറത്ത് അയ്യുനാണ്. ഖുർറത്ത് അയ്യുന് മലയാളത്തിൽ തർജ്ജമയില്ല, ഖുർറത്ത് അയ്യുന് മലയാളത്തിൽ വിശദീകരിക്കാൻ സാധ്യമല്ല. ഖുർറത്ത് അയ്യുൻ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു അനുഭവമാണ്. ആ അനുഭവം കണ്ണ് നിറക്കുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവം ഹൃദയം നിറക്കുന്ന ഒരു അനുഭവം. പുറത്ത് സാമ്പത്തിക പ്രയാസമുള്ള വാപ്പയായിരിക്കും, ബിസിനസ്സുകളൊക്കെ ഒരുപാട് പരാജയപ്പെട്ട വാപ്പയായിരിക്കും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളിലോ ഏതെങ്കിലും കേസുകളിലോ ഒക്കെ പെട്ട് ജീവിതത്തിൽ കഷ്ടപ്പെടാൻ അനുഭവിക്കുന്ന ഒരു പിതാവായിരിക്കും. പക്ഷെ ഈ പറയുന്ന പാരന്റിങ്ങിൽ നമ്മൾ സക്സസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഖുർറത്ത് അയ്യൻ ഇതിനെല്ലാം മറച്ചൊളിയുന്നതാണ്. അതേസമയം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചു നോക്കിയേ, എല്ലാം ഉണ്ട്, സമ്പത്തിന് സമ്പത്ത്, സക്സസിന് സക്സസ്, എന്റെ എല്ലാം തൊട്ടതൊക്കെ ഞാൻ പൊന്നാക്കിയിട്ടുണ്ട്, ആളുകളൊക്കെ എന്റെ കീഴിലാണ്. പക്ഷെ എന്റെ മോന് എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മോൻക്ക് തന്നെ വേണ്ട, അവൻക്ക് ബാപ്പ എന്നുള്ളത് ഏറ്റവും ഉറപ്പുള്ള, ലോകത്താർക്കും വേണ്ടാത്തതുപോലെ മാറ്റി നിർത്തുന്ന ഒരാളാണ് ബാപ്പയെങ്കിൽ ഇയാളുടെ 60 കൊല്ലത്തെ ജീവിതത്തിൽ ഖുർറത്ത് അയ്യൻ എന്താണ് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാളുടെ ജീവിതത്തിലെ ശിക്ഷയാണ് എന്ന് പറഞ്ഞ. പ്രിയപ്പെട്ടവരെ, ഇതിനെ രണ്ടിനെയും നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് അവസ്ഥകളെ കുറിച്ചിട്ട് നമുക്ക് ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എന്റെ പാരന്റിങ്ങിലെ എന്റെ ശ്രദ്ധ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടവും, അതിലെനിക്കൊരു അല്പം ശ്രദ്ധ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സമാധാനവും, അത് ലോകത്ത് ഇന്ന് പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സ്വത്താണ് ഞാൻ ആ പാരന്റിങ്ങിലൂടെ കരസ്ഥമാക്കുന്നത് എന്ന ബോധ്യത്തിലും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ചിന്തകളും സമയങ്ങളും, പ്രത്യേകിച്ചും ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിലും അവരെ ചേർത്ത് നിർത്തുന്നതിലും അവരുടെ ദീനും തർബിയത്തും ശ്രദ്ധിക്കുന്നതിലും ഒക്കെ എനിക്കും നിങ്ങൾക്കും നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ വിനിയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹു ആ അർത്ഥത്തിൽ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ തഖ്വ ഉള്ള, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, സ്കില്ലുള്ള, എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന നല്ല മക്കളുടെ മാതാപിതാക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെയാണോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാരന്റിങ്, എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക രക്ഷാകർത്തത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിച്ചു തന്നത്, എങ്ങനെയാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ ഉപദേശിച്ച ലോക അത്ഭുതങ്ങളെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നത്, ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും കുടുംബസമേതം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതാവസാനം വരെ അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹു അവന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത്, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കുള്ള ഹജ്ജ് ക്ലാസും ഹാജിമാരുടെ സംഘവും ഈ വരുന്ന 5-ാം തീയതി ഞായറാഴ്ച ഉച്ചക്ക് 3 മണി മുതൽ 5 മണി വരെ ഹിറാ സെന്റർ പോൾസ് പാർക്കിൽ വെച്ച് നടക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ പരിചയത്തിലും നമ്മുടെ കൂട്ടത്തിലും ഒക്കെ ഉള്ള ഹാജിമാരെ ഈ വിവരം അറിയിക്കുകയും പറ്റുന്ന ആളുകളൊക്കെ ആ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും പരിപൂർണമായും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കുറ്റങ്ങൾ, കുറവുകൾ, വീഴ്ചകൾ, പോരായ്മകൾ അല്ലാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും അതേ ഈമാനിൽ അല്ലാഹുവിലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ഇസ്സത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും നിരന്തരം സാക്ഷികളായി കൊണ്ടിരിക്കുന്ന, നിരപരാധികളായി ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അല്ലാഹു അമ്ന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ചും നമ്മുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പരീക്ഷണങ്ങളുണ്ട്. അല്ലാഹു എല്ലാം മാറ്റി സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൺകുളിർന്ന് നൽകുന്ന മക്കളെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أقم الصلاة.